ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണ പ്രൊജക്റ്റിൻ്റെ ഒരു എക്സാമിനേഷൻ, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൻ്റെ ഒരു എക്സാമിനേഷനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ സൗണ്ട്നെസ്, പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ സൗണ്ട്നെസ് ആസസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കലി സൗണ്ട് അതിൻ്റെ വിയബിൾ വണ്ണാണോയെന്ന്, അത് സാധ്യമാണോ എന്നൊക്കെ നമ്മൾ അസർട്ടൈൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേം സക്സസ്, പ്രൊജക്റ്റിൻ്റെ ലോങ് ടേം സക്സസ് ആണ് അത് കൺസിഡേർഡ് ചെയ്യണത്. അടുത്തതാണ് സ്കോപ്പ് ഓഫ് ടെക്നിക്കൽ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്. അതിൽ ഒന്നാമത്താണ് മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. മെറ്റീരിയൽ ഇൻപുട്സ് ആർ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഗുഡ്സ് ആൻഡ് അല്ലെങ്കിൽ സർവീസസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇൻപുട്സ് ആവശ്യമാണ്. ഹെൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ആസസ് ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. അതുപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി, മെറ്റീരിയൽസിൻ്റെയും ഇൻപുട്സിൻ്റെയും യൂട്ടിലിറ്റീസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി ആസസ് ചെയ്യുക, അത് എസെൻഷ്യലാണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഫെസിലിറ്റീസ്, സർവീസസ്, അതർ റിസോഴ്സസ് റിക്വയർഡ് ഫോർ എ പ്രോജക്റ്റ് ഡ്യൂറിങ് എക്സിക്യൂഷൻ പീരീഡ് ആൻഡ് ഡ്യൂറിങ് ഓപ്പറേഷണൽ സ്റ്റേജ് റൈറ്റ് ഫ്രം മാനുഫാക്ചറിങ് ടിൽ മാർക്കറ്റിംഗ് ഷുഡ് ബി കൺസിഡേർഡ്. മാനുഫാക്ചറിങ് മുതൽ മാർക്കറ്റിംഗ് വരെ അതിൻ്റെ ഫെസിലിറ്റീസ്, സർവീസസും അതുപോലെ തന്നെ അതിന് മറ്റാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ പവർ, വാട്ടർ, സ്റ്റീം, ഫ്യൂവൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, വേസ്റ്റ് റിമൂവൽ, ഇൻസ്പെക്റ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഇതൊക്കെ യൂട്ടിലിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡി ഓഫ് മെറ്റീരിയൽ ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് വേരിയബിൾസ്. ഒന്നാമത്താണ് ദ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ. പിന്നെ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഈസ് ഡിപ്പെൻഡൻറ്റ്. മൂന്നാമത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് റോ മെറ്റീരിയൽ. നാലാമത്തത് പെരിഷബിൾ ടൈം ഓഫ് റോ മെറ്റീരിയൽ. ദ ഓൺട്രപ്രണർ ഈസ് റിക്വയർഡ് ടു പ്ലാൻ ദ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. അതുപോലെ ഒരു ഓൺട്രപ്രണർ എന്ത് ചെയ്യുക, മെറ്റീരിയൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യം എന്നുള്ളത് പ്ലാൻ ചെയ്തിരിക്കണം. അതുതന്നെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് ഈസ് അണ്ടർടേക്കൻ ടു അനലൈസ് ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു എൻഷുർ സ്മൂത്ത് റണ്ണിങ് ഓഫ് പ്രൊഡക്ഷൻ. തന്നെ സ്മൂത്ത് റണ്ണിങ്, പ്രൊഡക്ഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്യണം. ഇറ്റ് വുഡ് ബി ഡിപ്പെൻഡൻറ്റ് ഓൺ മെറ്റീരിയൽ അവൈലബിലിറ്റി വേരിയബിൾസ് മെൻഷൻഡ് അബോവ്. അടുത്ത പോയിൻ്റാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നോളജി. ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറിത്തെ പ്രൊഡക്റ്റ് ബൈ യൂസിങ് മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ സ്കിൽ റിക്വയർഡ് ടു മാനുഫാക്ചർ, ഇതിനാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നോളജ് ടു ഡു ന്യൂ ഓർ ഓൾഡ് ടാസ്ക് ഇൻ എ ബെറ്റർ വേ. പുതിയതല്ലെങ്കിൽ ഓൾഡ് ടാസ്കുകൾ ബെറ്റർ വേയിൽ ചെയ്യുക. ടെക്നോളജി സിംപ്ലി റിഫേഴ്സ് ടു ദ മാനർ ഇൻ വിച്ച് എ കമ്പനീസ് ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇറ്റ്സ് ഔട്ട്പുട്ട്. ടെക്നോളജി സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി ട്രാൻസ്ഫോം ചെയ്യുക. ഇറ്റ് റിഫേഴ്സ് ടു ദ ടൂൾസ്, ഡിവൈസസ് ആൻഡ് നോളജ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ്. അതുപോലെ തന്നെ പറയുന്നത് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ്, ഡിവൈസസ്, നോളജ്, ഇതിനൊക്കെയാണ് ഔട്ട്പുട്ട് ആക്കി മാറ്റാൻ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസിന് ഇതിനൊക്കെയാണ് മെയിനായിട്ട് പറയണത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആൻ ഓട്ടോമൊബൈൽ കമ്പനി യൂസസ് ടെക്നോളജി ടു കൺവേർട്ട് ഇറ്റ്സ് റോ മെറ്റീരിയൽസ് ഇൻ ടു വെഹിക്കിൾസ്. ഒരു ഓട്ടോമൊബൈൽ കമ്പനി അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റോ മെറ്റീരിയൽസ് വെഹിക്കിളാക്കി മാറ്റുക. അതുപോലെ തന്നെ അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ ക്യാൻ ബി മെയ്ഡ് എയ്തർ ബൈ ബെസമർ പ്രോസസ് ഓർ ദ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്. സ്റ്റീല് നമുക്ക് ബെസമർ പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് വഴി ഉണ്ടാക്കാം. അതുപോലെ തന്നെ സിമെൻറ്റ് നമുക്ക് ഡ്രൈ പ്രോസസ്സ് അല്ലെങ്കിൽ വെറ്റ് പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഫോളോയിങ് കൺസിഡറേഷൻ. എന്തൊക്കെയാണ്? പ്ലാൻ കപ്പാസിറ്റി, ഇൻപുട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ, യൂസ് ബൈ അതർ യൂണിറ്റ്സ്, പ്രൊഡക്റ്റ് മിക്സ്, കോസ്റ്റ്, ഇതൊക്കെ. ഇനി അടുത്തത് ദ ടെക്നിക്കൽ നോ ഹൗ ക്യാൻ ബി പ്രൊക്യൂർഡ് ഫ്രം ദി ഫോളോയിങ് സോഴ്സസ്. അതിൽ പറയുകയാണ് ഫോറിൻ കൊളാബറേറ്റേഴ്സ്, കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ്, മെഷീനറി സപ്ലയേഴ്സ്, കൺസൾട്ടൻസ്, റിക്വയർമെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ ടെക്നിക്കൽ പേഴ്സണൽ. അടുത്ത സ്കോപ്പാണ് പ്ലാന്റ് കപ്പാസിറ്റി. പ്ലാന്റ് കപ്പാസിറ്റി റിഫേഴ്സ് ടു ദ വോളിയം ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി മാനുഫാക്ചർഡ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്.
എന്നാൽ നമുക്ക് തന്നിട്ടുള്ള പീരീഡിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യണ വോളിയം ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സിനാണ് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പ്ലാന്റ് കപ്പാസിറ്റിനെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നും പറയും. വൈൽ ഡിസൈഡിങ് ദ പ്ലാന്റ് കപ്പാസിറ്റി ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. പ്ലാന്റ് കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ടെക്നോളജി റിക്വയർമെൻറ്റ്, ഇൻപുട്ട് കൺസ്ട്രെയിൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, മാർക്കറ്റ് കണ്ടീഷൻസ്, റിസോഴ്സസ് ഓഫ് ദി ഫേം, ഗവൺമെൻറ് പോളിസി. അടുത്ത സ്കോപ്പാണ് പ്ലാൻ ലൊക്കേഷൻ. പ്ലാൻ ലൊക്കേഷൻ റിഫേഴ്സ് ടു ഫെയർലി ബ്രോഡ് ഏരിയ വേർ ദ ഓണർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ് ലൈക്ക് സിറ്റി, ഇൻഡസ്ട്രിയൽ സോൺ ഓർ കോസ്റ്റൽ ഏരിയ. ഓരോ ഓണർപ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യണ ലൊക്കേഷൻ, ഇപ്പോൾ സിറ്റി ആവാം, ഇൻഡസ്ട്രിയൽ സോണ്, കോസ്റ്റൽ ഏരിയ, അങ്ങനെ ഇതാവുക. അതിനൊക്കെയാണ് പ്ലാൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദ ലൊക്കേഷൻ ഓഫ് ദി പ്രോജക്റ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് ജുഡീഷ്യസ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. അതുപോലെ തന്നെ എ റോങ് സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ മേ കോസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻപുട്ട് റിക്വയർമെൻറ്റ്, നോൺ അവൈലബിലിറ്റി ഓഫ് കോമ്പറ്റൻറ്റ് ടെക്നിക്കൽ പേഴ്സണൽ ആൻഡ് ദ ലൈക്ക്. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ അത് നമുക്ക് പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. ഇപ്പോൾ ഇൻപുട്ടിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ പേഴ്സണലിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറവായിരിക്കും. ഇൻഫാക്ട് ദ സക്സസ് ഓഫ് എ പ്രോജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലൊക്കേഷൻ. എന്താണ് ഒരു പ്രൊജക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അത് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഹാൻസ് ഗ്രേറ്റർ കെയർ ഷുഡ് ബി ടേക്കൻ വൈൽ സെലക്ടിങ് ദ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഗ്രേറ്റർ കെയറോട് കൂടിയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. സെലക്ഷൻ ഓഫ് സൈറ്റ്. ഈ ലൊക്കേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫെയർലി ബ്രോഡ് ഏരിയ, ഇപ്പോൾ സിറ്റി, ഇൻഡസ്ട്രിയൽ സോണ്, കോസ്റ്റൽ ഏരിയ, അതിനൊക്കെയാണ് നമ്മൾ ലൊക്കേഷൻ എന്ന് പറയുക. പക്ഷേ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പീസ് ഓഫ് ലാൻഡ്, നമ്മൾ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യണ ഒരു സ്പെസിഫിക് പീസ് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത്. വൺസ് ദ ബ്രോഡ് ലൊക്കേഷൻ ഈസ് സെലക്റ്റഡ്, അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു ദ സെലക്ഷൻ ഓഫ് എ സ്പെസിഫിക് സൈറ്റ്. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഷൻ കൊടുക്കണം. സ്പെസിഫിക് സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റൻഷൻ കൊടുത്തിരിക്കണം. 2 or 3 alternative sites must be considered and evaluated with respect to cost of land and cost of site preparation and development. 2 or 3 ആൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ലാൻഡ്, കോസ്റ്റ് ഓഫ് സൈറ്റ്, പ്രിപ്പറേഷൻ, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്.